ഹായ് ഫ്രണ്ട്സ്, എല്ലാം കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഏതൊക്കെ ആപ്പുകൾ ആ ആപ്പിൽ എടുക്കുന്ന കോഴ്സുകൾ അതിൻ്റെ റിവ്യൂ ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിന് വളരെ സീരിയസ് ആയി നോക്കുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സിലബസ് ഞാൻ ഓൾറെഡി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് സ്റ്റഡി പ്ലാൻ വിവരിക്കുന്ന ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി സിലബസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആദ്യത്തെ നോക്കുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മൂന്ന് ഹിസ്റ്ററിയാണ് നമുക്ക് പഠിക്കേണ്ടത്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, നമ്മുടെ വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ തന്നെ കേരള ഹിസ്റ്ററിയിൽ എല്ലാവർക്കും അറിയുന്ന ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ ശ്രീധരമേനോൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. പക്ഷേ ആ ബുക്ക് ഒരു വലിയ ബുക്കാണ്, നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് മുഴുവനായിട്ട് വായിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വരിക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്, ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സുകൾ കൃത്യമായിട്ട് എന്താണ് ആ ടോപ്പിക്കിൽ നിന്ന് ഒരു ടോപ്പിക്ക് നിങ്ങൾ ഈ സിലബസിൽ നിന്ന് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, ആ ടോപ്പിക്കിൻ്റെ ഹെഡിങ് എവിടെയാണ് നോക്കുക, അതുമായി ബന്ധപ്പെട്ട പാരഗ്രാഫ് വായിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് അതിൻ്റെ പോയിന്റ്സ് നോട്ട് ചെയ്ത PDF നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ചാനലുകൾ അത് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ PDF ഒക്കെ നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്നത് ജോഗ്രഫിയാണ്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി അതാണ്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുമ്പോൾ നമ്മൾ സ്പെക്ട്രത്തിൻ്റെ നോട്ടിൻ്റെ സ്പെക്ട്രം വലിയ ബുക്കാണ്, പക്ഷേ അത് മൊത്തം വായിച്ചിരുന്നതിൽ പോസിബിൾ അല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്യുക സ്പെക്ട്രത്തിൻ്റെ സ്പെക്ട്രം ഇംഗ്ലീഷ്, ഇന്ത്യൻ ഹിസ്റ്ററി നോട്ട്സ് അല്ല ഹാൻഡ് റിട്ടൺ നോട്ട്സ് എന്നൊക്കെ അടിച്ചാൽ അതിൻ്റെ ഒരു ഗ്ലിംസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അത് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ കേരള ഹിസ്റ്ററിക്ക് ശ്രീധരമേനോൻ സാറിൻ്റെ ടെസ്റ്റ് യൂസ് ചെയ്യുക, ഇന്ത്യൻ ഹിസ്റ്ററിക്ക് സ്പെക്ട്രം യൂസ് ചെയ്യുക. വേൾഡ് ഹിസ്റ്ററിക്ക് ഞാൻ പറയുന്നത് ടെസ്റ്റ് പറയാനാണെങ്കിൽ ടെസ്റ്റ് ഉണ്ട്, പക്ഷേ അതിനേക്കാൾ നന്നാവും എനിക്ക് തോന്നുന്നു നിങ്ങൾ UPSC അക്കാദമി ഒക്കെ ഏതെങ്കിലുമൊക്കെ UPSC അക്കാദമീസിൻ്റെ നോട്ട്സ്, അതായത് അതിൻ്റെ സ്ലൈഡ് രൂപത്തിലുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ എന്തായാലും ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെയൊക്കെ PDF ഷെയർ ചെയ്യാം. അപ്പോൾ അത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഡൗൺലോഡ് ചെയ്തത് 2-3 UPSC അക്കാദമീസിൻ്റെ IAS അക്കാദമി പോലുള്ള അക്കാദമീസിൻ്റെ UPSC നോട്ട്സാണ്. ആ ഒരു UPSC പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന നോട്ട്സാണ് വേൾഡ് ഹിസ്റ്ററിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് SCERT ടെസ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സിന് അപ്പുറത്തേക്ക് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് ഈ 3 കാര്യങ്ങളാണ് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടത്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെയിൻസിൻ്റെ ആദ്യത്തെ പേപ്പറിന് പ്രിലിംസിന് ഇത് 10 മാർക്കും മെയിൻസിൻ്റെ ആദ്യത്തെ പേപ്പറിന് 7 മാർക്കും ഉണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. സോ അടുത്ത ജോഗ്രഫിയാണ്. ജോഗ്രഫി ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്സ് ആണ്. NCERTൻ്റെ +1 +2 നമ്മുടെ SCERT എന്തായാലും നോക്കണം 5 മുതൽ 10 വരെ. അതിനുശേഷം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് +1 +2 ടെക്സ്റ്റ് ബുക്സിനാണ്. ജോഗ്രഫിയുടെ ഇന്ത്യൻ ജോഗ്രഫി ആയിക്കോട്ടെ, വേൾഡ് ജോഗ്രഫി ആയിക്കോട്ടെ, +1 +2 ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിന് ഞാനൊരു NCERTയുടെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യയുടെ പബ്ലിക്കേഷൻസ് NCERT റീഫോക്കസ് എന്ന ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് +1 +2ൻ്റെ ഓരോ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും NCERTൻ്റെ കേസ്, നമ്മൾ +1 +2ൻ്റെ കേസിൽ. പിന്നെ വരുന്നത് SCERT പഠിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ നമ്മുടെ സുജേഷ് പുറക്കാട് സാറിൻ്റെ റാങ്ക് മേക്കർ വിദ്യാലയം എന്ന ബുക്ക്. ഈ ഒരു ബുക്ക് കഴിഞ്ഞ LD അല്ല, അതിന് മുമ്പത്തെ LD സമയത്ത് ഇറങ്ങിയതാണ്. നല്ല രീതിയിൽ പോയൊരു ബുക്കാണിത്. ഇതിലും SCERT കണ്ടൻസ് ഓരോ ചാപ്റ്റർ വൈസ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ, ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എന്ന രീതിയിൽ ഓരോ പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്. സോ മാക്സിമം ബുക്കുകൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് സമയം മീൻസ് അത്രയും സമയം ഇല്ലാത്തവർക്ക്, ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും കാര്യങ്ങൾക്കൊക്കെ ഇത്തരം ഗൈഡുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പം +1 +2 ഓരോ വിഷയം എടുത്തുകൊണ്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഓരോ ചെറിയൊരു രൂപങ്ങളാക്കിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിനെ ചുരുക്കിയിട്ട് നമുക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ജോഗ്രഫിക്ക് വേണ്ടി മാക്സിമം യൂസ് ചെയ്യുക, ഇന്ത്യൻ ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയും. അതുപോലെ കേരള ജോഗ്രഫിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റാങ്ക് ഫയൽ, നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങിയാൽ മതി. എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഇപ്പം B2ൻ്റെ ഒരു റാങ്ക് ഫയലാണ്. B റാങ്ക് ഫയൽ വെച്ചിട്ട് കേരള ഹിസ്റ്ററി കവർ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ മാത്രമേ അതിൻ്റെ അത് ഉണ്ടാവുള്ളൂ. ഒരു മാക്സിമമായിട്ടും റിവർ, അതുപോലെ തന്നെ ദേശീയ ഉദ്യാനങ്ങൾ, ദേശീയ പാർക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്മികാന്തിലേക്ക് പഠിച്ചേ പറ്റൂ. ലക്ഷ്മികാന്ത് പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മികാന്ത് പഠിച്ചു തുടങ്ങുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അതും പഠിച്ചു തീർത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി ലക്ഷ്മികാന്തിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ടിൻ്റെ നമ്മുടെ ലക്ഷ്മികാന്തിൻ്റെ ഫുൾ ടെസ്റ്റിൻ്റെ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന നോട്ടിൻ്റെ പോയിന്റ്സ് വെച്ചിട്ട് എഴുതിയ നോട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്, അത് പഠിക്കുക. പിന്നെ നല്ലൊരു ക്ലാസ് നിങ്ങൾ ഏതെങ്കിലും ആപ്പ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ല റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ റാങ്ക് ഫയൽ വാങ്ങണം, പഴയ റാങ്ക് ഫയൽ യൂസ് ചെയ്യരുത്. പിന്നെ ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, അതിന് വേണ്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക, കറണ്ട് അഫേഴ്സിൻ്റെ കേസിൽ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഓൾറെഡി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ പണ്ട് മുതൽ പഠിക്കുന്ന ജ്ഞാനപീഠം ലഭിച്ച ഒരു അവാർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ
നമ്മളിപ്പോൾ അതിൻ്റെ ഇതിലേക്ക് എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് സ്പോർട്സിൻ്റെ ആയാലും ആർട്സിൻ്റെ ആയാലും ലിറ്ററേച്ചർ ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ചിലപ്പോൾ ഇത്തരം വിഷയങ്ങൾ മാക്സിമം പഠിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് മാർക്ക് ലഭിക്കാത്തത് ഇതിലേക്ക് കറണ്ട് അഫയേഴ്സും കൂടി ആഡ് ചെയ്ത് പഠിക്കാത്തതുകൊണ്ടായിരിക്കും. സോ പിന്നെ ഇംഗ്ലീഷ് മലയാളം ഞാൻ ചെയ്യുന്നത് ഓൾറെഡി റാങ്ക് ഫയൽ വെച്ച് നമ്മൾ വൊക്കാബുലറി, നമ്മുടെ ഗ്രാമർ പാർട്ടൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ വൊക്കാബുലറിൻ്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ഇത് പറഞ്ഞ പോലെ ഒരു ഇത് നമ്മുടെ ലളിതം പബ്ലിക്കേഷൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്കാണ് ഇത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട്. അത് അവരുടെ തന്നെ മലയാളത്തിൻ്റെ ഒരു ബുക്കും കൂടിയുണ്ട്. ഈ 2 ബുക്കും ഇതിന് യൂസ്ഫുൾ ആണ്. ഇതിപ്പോൾ 1997 മുതൽ 2023 വരെയുള്ള പുസ്തകമുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടാതെ മലയാളത്തിൻ്റെ കേസിലാണെങ്കിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്യുന്ന കുറേ ഒരു 100 ചോദ്യ പേപ്പർ വീണ്ടും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സബ്ജക്റ്റ് പഠിച്ച ശേഷം എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതോടുകൂടി ഇത് രണ്ട് സെറ്റ് ആവും. പിന്നെ മാത്സിന് നിങ്ങൾ എന്തായാലും മാത്സ് നല്ല രീതിയിൽ 20-10 മാർക്ക് ഉണ്ട്, മൊത്തത്തിൽ 30 മാർക്ക് പ്രിലിംസ് മെയിൻസിനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം യൂട്യൂബ് ചാനലുകൾ, ഇപ്പോൾ ട്രിക് ടേം പോലുള്ള നമ്മുടെ ജെറിൻ സാറിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആ ക്ലാസ്സുകൾ പഠിക്കുക. പിന്നെ IT ഒക്കെ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാണിച്ചെന്ന ലക്ഷ്യയുടെ റീഫോക്കസ് എന്ന് പറയുന്ന പുസ്തകം നിന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചു വരുന്നിരിക്കുന്ന ഒരു നല്ല റാങ്ക് ഫയലിനൊക്കെ IT സ്കോർ ചെയ്യാൻ പറ്റും. IT ഒന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോവില്ല. പിന്നെ നമുക്ക് വേണ്ടത് കറണ്ട് അഫയേഴ്സിൻ്റെ IT ആയി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക്കായ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ പഠിക്കേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത്, ഇപ്പോൾ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യൂട്യൂബ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം യൂസ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ടെലഗ്രാമിൽ ഒരുപാട് ചാനലുകൾ നിങ്ങൾക്കിപ്പം നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു പേര് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് മലയാളത്തിന് നിങ്ങൾക്ക് മലയാളം ഫസ്റ്റ് ബെൽ, ഇപ്പോൾ പലരും യൂസ് ചെയ്യുന്നതായിരിക്കും മലയാളം ഫസ്റ്റ് ബെൽ എന്നൊരു ചാനലുണ്ട്. ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് ഉണ്ട്, ഫസ്റ്റ് ബെൽ മലയാളം ഉണ്ട്. രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് മലയാളത്തിന് ബെസ്റ്റ് ഓഫ് ചാനലാണ്. പിന്നെ ഇംഗ്ലീഷ് മാത്രമായിട്ടാണെങ്കിൽ PSC ഇംഗ്ലീഷ് എന്നൊരു ചാനലുണ്ട്. പിന്നെ വോക്കപ്പ് സ്പീഡിയ എന്നൊരു ചാനലുണ്ട്. അത് ജനറലായിട്ട് വരുന്ന അവർ കോഴ്സുകളും കൊടുക്കുന്നുണ്ട് ചാനലാണ്. പിന്നെ PK ലേണിങ്സിൻ്റെ സാറിൻ്റെ തന്നെ നമ്മുടെ സെക്രട്ടേഴ്സിൻ്റെ ഒരു മെയിൻ ചാനലുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ചാനലുണ്ട്. പിന്നെ എല്ലാ വലിയ ഫേംസിനും, എൻട്രി ആയിക്കോട്ടെ, സൈലം ആയിക്കോട്ടെ, ബാക്കി എല്ലാ ഫേംസിനും എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിൻ്റെ ഒക്കെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. പണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ കോഴ്സൊക്കെ നിങ്ങൾ എടുക്കണമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഡെയിലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കണ്ടന്റും, ഓരോ കണ്ടന്റ് നിങ്ങൾക്ക് ഡെയിലി ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. സോ മാക്സിമം എന്ത് ചെയ്യുക, PSC ടെലഗ്രാം ചാനലുകൾ യൂസ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലും നിങ്ങൾ ജോയിൻ ചെയ്യാം. കട്ട് ഓഫ് പ്ലസ് എന്നാണ് പേരുള്ളത്. സോ അത് മാക്സിമം വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പറയാനുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആപ്പുകൾ നടത്തുന്ന, മീൻസ് ഒരുപാട് അക്കാദമിക് ടീമുകൾ നടത്തുന്ന കോഴ്സുകളെ കുറിച്ചാണ്. അപ്പോൾ എൻട്രി, സൈലം, അതുപോലെ തന്നെ ടാലൻറ്റ്, ലക്ഷ്യ തുടങ്ങിയ വലിയ ഫേംസിൻ്റെ ഒക്കെ കോഴ്സുകൾ ഓൾറെഡി നിങ്ങൾ പല കോഴ്സുകൾ എടുത്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അത് വിശ്വസിച്ചൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. കാരണം അതെല്ലാം എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ആയിരിക്കും. അതുപോലെ അവരുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ എൻട്രി, സൈലം പോലുള്ള ആപ്പുകൾ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് എക്സാംസിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പിന്നെ ഇപ്പോഴും അവൈലബിൾ ആണ്. പണ്ട് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ അവർ തന്നെ ജനറേറ്റ് ചെയ്ത ജനറേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇത്തരം ആപ്പുകളൊക്കെ ആണെങ്കിൽ. അപ്പോൾ എൻട്രി നല്ല ക്ലാസ്സാണ്, സൈലും അത്യാവശ്യം ബേസ് കൊടുക്കുന്ന ക്ലാസ്സാണ്. പിന്നെ ടാലൻറ്റ്, ലക്ഷ്യ പേഴ്സണലി ഞാൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല, പക്ഷെ നല്ലതായിരിക്കും, നമുക്ക് റാങ്ക് ഫയൽ കണ്ടാൽ തന്നെ അറിയാമല്ലോ. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് PK ലേണിങ്സ് എന്ന് പറയുന്ന സാറിൻ്റെ, PK സാർ, പ്രവീൺ കിളിമാൻ എന്ന് പറഞ്ഞ സാറിൻ്റെ ഒരു ക്ലാസ്. സാറ് കഴിഞ്ഞ സെക്രട്ടേഴ്സിൻ്റെ ഫ്രീ ക്ലാസ് ടെലഗ്രാമിൽ കൊടുത്ത് ആ ഒരു കുട്ടികളുടെ ഒരു സ്ട്രെങ്ത് ആർജിച്ച് വന്ന് ഇപ്പോൾ ഒരു ഫേം തുടങ്ങിയിരിക്കുകയാണ് PK ലേണിങ്സ് എന്നുള്ള. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും ഏകദേശം ഒരു 5000-6000 രൂപയാണ് ഫീസ്. അതിൻ്റെ ക്ലാസ്സും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഏകദേശം 2 മണിക്കൂറുള്ള 2 ക്ലാസ്സോ മറ്റുമാണ്. നല്ല സ്റ്റാൻഡേർഡ് ക്ലാസ്സാണ്, ബേസ് മുതൽ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാൻ വരുന്ന ക്ലാസ്സാണ്. അപ്പം ആ ഒരു റേഞ്ച് മണി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു അത്രയും പൈസയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് വോക്കസ്പീഡിയയുടെ ഒരു കോഴ്സ് ഉണ്ട്. അതിൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് അവർ ടെലഗ്രാം വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവരുടെ പ്രൈവസി ഉള്ള ആ ഒരു ചാനലിൽ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അവരുടെ മെയിൻ സ്ട്രീം ചാനൽ ഇടുണ്ടാവില്ല. പക്ഷേ അവരുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ പക്കാ ക്വാളിറ്റിയാണ്. അവരുടെ ഫ്രീ നോട്ട്സ് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്വാളിറ്റി നോട്ട്സ് ആണെന്നുള്ളത്. അപ്പോൾ പെയ്ഡിലേക്ക് വരുമ്പോൾ പറയേണ്ടല്ലോ, അവർക്ക് അത് സൂപ്പറായിരിക്കും. നിങ്ങൾക്ക് ടെലഗ്രാമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഒരു 1500 രൂപ മാത്രമേ അതിന് ഫീസ് ഉള്ളൂ. അപ്പോൾ അത്തരം ഫീസുകൾ കുറഞ്ഞ ക്വാളിറ്റി കണ്ടന്റ് നടക്കുന്ന ചാനൽസും ഉണ്ട്. അത് നിങ്ങൾക്ക് അതാണ് വേണമെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. എന്തായാലും ക്വാളിറ്റി ഒക്കെ സെയിം ആണ്. പിന്നെ എല്ലാം കൂടി വാല്യൂ വെച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇതിലൊക്കെ പറയുന്ന ഫാക്കൽറ്റീസ് എല്ലാം തന്നെ ഏകദേശം സെയിം ആയിരിക്കും. കാരണം നല്ല ലൈവ് ലൈറ്റ് നിൽക്കുന്ന ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർ തന്നെയായിരിക്കും ഇതിലുണ്ടാവുക. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ നിങ്ങൾക്ക്
നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക. എന്തായാലും സ്വന്തം പഠിക്കാൻ തീരുമാനിച്ച ഒരാൾ പിന്നെ അങ്ങനെ പഠിക്കുക, അതിലൊന്നും ഒരു തർക്കമുള്ള കേസൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് ഒരാൾ സ്പൂൺ ഫീഡ് ചെയ്ത് തന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ എന്ന രീതിയും കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിടുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ 2ാമത്തെ ദിവസമാണ്. അതിന് വേണ്ട ടോപ്പിക്സ് ഏതാണെന്ന് ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഷോർട്ട് വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പഠിക്കേണ്ടത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ PDF നോട്ട്സ് പല ടെലഗ്രാം ചാനലിലും കളക്ട് ചെയ്യുന്നത് ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നോക്കി പോവുക. അത് തന്നെ നിങ്ങൾക്ക് ഏകദേശം മതിയാവുമെന്ന് വിചാരിക്കുന്നു. വലിയ കൂടുതലായിട്ട് നമ്മളല്ല, നിങ്ങൾ മാക്സിമം പഠിക്കുന്ന കണ്ടന്റ് കുറയ്ക്കുക എന്നാണ് പറയും. പല സോഴ്സുകളും നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് ഇപ്പോൾ ഒരു മെയിൻ പ്രശ്നം. പണ്ട് സോഴ്സ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പം പല സോഴ്സുകളും അവൈലബിൾ ആണ്. സോ നിങ്ങൾ ആ ഒരു പഠിക്കുന്ന ഏരിയ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോവാതെ അതെങ്കിലും നല്ല രീതിയിൽ പഠിച്ച് തീർക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് നോക്കുക. എല്ലായിടത്തും പോയിട്ട് മാക്സിമം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വരാണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം പറയാനുള്ളത്. എന്തായാലും നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവർ ഇന്നത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്കെങ്കിലും മാത്രമേ ഷോർട്സ് വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അത് ടെലഗ്രാം ചാനൽ നമ്മളതിൻ്റെ PDF ഷെയർ ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. കൂടുതൽ വീഡിയോസും ക്ലാസ്സുകളുമായിട്ട് ഇവിടെ തന്നെ കാണാം. താങ്ക്